പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഈശോയെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, ഈശോയെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ എന്ന്. ഇന്ന് എത്രയോ പേരാണെന്നറിയോ ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്നവർ. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയും ബാങ്ക് ബാലൻസും സമ്പത്തും എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ എങ്കിലും മനസ്സിലൊരു സമാധാനമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ, സമാധാനത്തിന് അല്ലെങ്കിൽ അസമാധാനത്തിന്, അതല്ലെങ്കിൽ ഇങ്ങനെ രോഗങ്ങൾ മൂലമൊക്കെ വല്ലാതെ ക്ലേശം പെട്ട് നിൽക്കുമായിരിക്കാം. മാനസികവും ശാരീരികവുമായ മറ്റു വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും. എന്തുമായിക്കോട്ടെ, ചെറുതും വലുതുമായ എല്ലാ അസമാധാനത്തിൻ്റെ അവസ്ഥകളെയും കർത്താവിൽ നിന്ന് ഏറ്റെടുക്കാൻ പോവാണ്. വചനം പറയുന്നുണ്ടല്ലോ, ഫിലിപ്പി 4:6, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമല്ലോ, ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് വഞ്ചിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് കാറ്റും കോളും ഉണ്ടാവുകയാണ്, പക്ഷെ കർത്താവ് ശാന്തമായി ഉറങ്ങുകയാണ്. എന്താണ് ഇങ്ങനെ കർത്താവ് ശാന്തമായി ഉറങ്ങുന്നത്? അതായത് കർത്താവ് ഒരു കാര്യം നമ്മെ പഠിപ്പിക്കാൻ അന്ന് ആഗ്രഹിച്ചു. പുറത്ത് കാറ്റും കോളും ഉണ്ടായാലും നമ്മുടെ ഉള്ളിലുള്ള സമാധാനം ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാനായിട്ട് പറ്റത്തില്ലെന്ന്. സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. നമുക്ക് നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ടാവും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാതെ അച്ഛനോ നിങ്ങൾക്കോ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും എത്ര സഹനങ്ങളും വേദനകളും വിലാപങ്ങളും ഒക്കെ നമ്മൾ കടന്നു പോകണം. ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലും ഈ ഒച്ചപ്പാടുകളുടെയും സഹനങ്ങളുടെയും കുരിശുകളുടെയൊക്കെ നടുവിൽ കർത്താവിൽ പ്രത്യാശിക്കാൻ, കർത്താവിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയും. എത്ര പേരാണ് രാത്രി സമാധാനം ഇല്ലാത്തത് കൊണ്ട് വല്ലാതെ ഇങ്ങനെ വീണ്ടും വിചാരം കൊണ്ട് പല വിചാരം കൊണ്ടൊക്കെ ഉറങ്ങാൻ കഴിയാതെയൊക്കെ നിൽക്കുന്നവർ. അവരെയൊക്കെ ഈശോ തൊഴട്ടെ. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ. നിങ്ങളുടെ വേദനകളെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ സർവ്വ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.